നമസ്കാരം. കോൺഗ്രസുകാർ BJP ആകുന്ന മായാജാലം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കൂറുമാറ്റത്തെക്കുറിച്ച് സ്ഥിരമായി പറയുന്നൊരു വാക്കുണ്ട്, ആയാറാം ഗയാറാം എന്നത്. 1967 ഹരിയാനയിലെ കോൺഗ്രസ് MLA ആയിരുന്ന ഗയാലാൽ ജനതാദളിലേക്ക് കൂറുമാറുകയും ഉടൻ തന്നെ തിരിച്ച് കോൺഗ്രസിലേക്ക് വീണ്ടും കൂറുമാറുകയും ചെയ്ത സാഹചര്യത്തിൽ അന്നാണ് ആയാറാം ഗയാറാം എന്ന ഒരു രാഷ്ട്രീയ രംഗത്തെ ഒരു ചൊല്ലുണ്ടാവുന്നത്. ദിവസം തോറും കോൺഗ്രസ്സുകാർ, ചില സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് MLA കൂട്ടത്തോടുകൂടി BJP പോകുന്ന കാഴ്ച നമ്മൾ കണ്ട്. ഇപ്പോൾ അത് ഇന്നലെ നടന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ 11 കോൺഗ്രസ് MLA BJP വേണ്ടി കൂറുമാറി വോട്ട് ചെയ്തിട്ടുള്ളത്. സാജ, ഇതെന്താണ് സാജ? നമ്മൾ ഇപ്പം കേരളത്തിലൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഇവിടെ BJP പരാജയപ്പെടുത്താനാണ് ഞങ്ങളുടെ പോരാട്ടം എന്നൊക്കെയാണ് UDF പറയുന്നത്. അങ്ങനെ പറയുന്ന സമയത്ത് തന്നെ ഈ UDF നേതാക്കന്മാരുടെ രമേശ് ചെന്നിത്തലയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ നെഞ്ചത്ത് ചവിട്ടിയിട്ടല്ലേ ഇവർ എല്ലാം കൂടെ ഈ BJP-ക്കാർക്ക് വോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനെങ്ങനെയാണ് സാജ കാണുന്നത്? അല്ല, ഈ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലോ കമാൻഡ് അവർ കേരളത്തെ മാത്രം നോക്കിയിരിക്കുകയാണ്. അവരുടെ മുഴുവൻ ശ്രദ്ധയും കേരളത്തിലെ സീറ്റുകൾ പങ്കിടുന്നതിനെ ചൊല്ലിയാണ്. ഓരോ നേതാക്കളും അവരുടെ അനുയായികളെ MLA കൊണ്ടുവരാനുള്ള മൽപ്പിടുത്തത്തിൻ്റെ ഇടയിൽ രാജ്യത്ത് നടക്കുന്ന കാര്യങ്ങളൊന്നും അവർ ശ്രദ്ധിക്കുന്നില്ല. ഈ പറഞ്ഞതുപോലെ ഇന്നലെ മെനിഞ്ഞാന്നുമായിട്ട് 37 രാജ്യസഭാ സീറ്റിലേക്ക് കിട്ടുന്ന തെരഞ്ഞെടുപ്പിൽ ഹരിയാനയിൽ 5ഉം ഒഡീഷയിലും ബീഹാറിലും 3 വീതം കോൺഗ്രസ് MLA BJP വോട്ട് ചെയ്തത്. BJP വോട്ട് ചെയ്തത്. ഹരിയാനയിൽ 4 പേര് മാറി നിന്നു. ബീഹാറിലാണെങ്കിൽ ആപ്പാട് കോൺഗ്രസിന് 6 MLA ഉള്ളത്. ഈ 6 MLA 3 പേർ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മുങ്ങി. ഇത് കാരണം അവിടെ BJP കിട്ടേണ്ടതിനേക്കാളും ഒരു സീറ്റ് അധികം കിട്ടി. ഒഡീഷയിലും അങ്ങനെ, ഒഡീഷയിലും BJP അവിടെ BJDയും കോൺഗ്രസും CPM ഒരംഗമുണ്ട്. ഇവരെല്ലാം കൂടെ ചേർന്ന് ഒരു പൊതു സ്വതന്ത്രനെ നിർത്തിയിരുന്നു. പക്ഷേ അദ്ദേഹം പരാജയപ്പെടുന്ന സ്ഥിതിയായി. കാര്യം കോൺഗ്രസ് MLA BJP വോട്ട് ചെയ്തു. ഹരിയാനയിൽ കോൺഗ്രസ് MLA കൂറുമാറിയതിൻ്റെ ഫലമായി പോരാട്ടം വളരെ കടുത്തു. എന്ന് മാത്രമല്ല BJP-യുടെ ഒരു വോട്ട് അസാധുവായി പോയതുകൊണ്ട് കഷ്ടിച്ച് ഒരു കോൺഗ്രസ്സുകാരൻ ജയിച്ചു. ഇതാണ് സ്ഥിതി. ഇന്നിപ്പോൾ അസമിൽ കോൺഗ്രസിന്റെ ലോക്സഭാംഗം, കോൺഗ്രസ് ലോക്സഭാ പ്രദ്യുത് ബോർദോലോയ് അദ്ദേഹം രാജിവെച്ച് BJP ചേർന്നിരിക്കുകയാണ്. എന്ത് ഞെട്ടിപ്പിക്കുന്ന സ്ഥിതിവിശേഷമാണ്. ലോക്സഭാംഗമാണ് കോൺഗ്രസിന് ആപ്പാട്ട് കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പുകൾ വളരെ ദയനീയ പരാജയത്തിന് ശേഷം കഷ്ടിച്ച് പ്രതിപക്ഷ പദവി 100 MP കിട്ടി, 99 MP കിട്ടി. അപ്പം എന്നിട്ടും ഇവരെ സംരക്ഷിച്ച് നിർത്താൻ പോലും ശ്രമിക്കാതെ ഇവർ കേരളത്തിൽ മാത്രം, ഈ ഹൈക്കമാൻഡ് എന്ന് പറയുന്ന സംവിധാനം മുഴുവൻ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ള ആ ഒരു ചർച്ചയിരിക്കുകയാണ്. രാജ്യത്ത് മുഴുവൻ ഇവിടെ കാൽക്കീഴിൽ നിന്ന് മണ്ണ് ചോർന്ന് വലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് എനിക്കൊണ്ട് ഈ രാഹുൽ ഗാന്ധിയെ ഇപ്പോൾ രാഷ്ട്രീയമായിട്ട് ഉപദേശിക്കുന്ന പ്രധാനപ്പെട്ട ഒരാൾ KC വേണുഗോപാലാണ്. KC വേണുഗോപാലാണ് ഈ കോൺഗ്രസിന്റെ ഒരു പ്രധാനപ്പെട്ട നയരൂപീകരണക്കാരൻ എന്നാണ് പറയുന്നത്. ആ KC വേണുഗോപാൽ കേരളത്തിലെ വിഷയത്തിൽ ഇടപെട്ട് ഈ രമേശ് ചെന്നിത്തലയും K സുധാകരനും അതുപോലെ തന്നെ VD സതീശനും തമ്മിലുള്ള തല്ലിനിടയിലൂടെ കയറി ഇവിടെ എങ്ങനെ സ്ഥാനം ഉറപ്പിക്കാൻ പറ്റുന്നുള്ള നോട്ടത്തിനിടയിൽ സംഭവിക്കുന്നതും കൂടിയല്ലത്. ഈ KC വേണുഗോപാലിന് എന്ത് ധാർമ്മികതയാണുള്ളത്? അദ്ദേഹം രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ രാജസ്ഥാനിൽ നിന്നുള്ള കോൺഗ്രസിന്റെ രാജ്യസഭാ അംഗമായിരുന്നു. എന്നിട്ട് കേരളത്തിൽ ലോക്സഭയിലേക്ക് മത്സരിക്കുകയും ജയിച്ചു കഴിഞ്ഞപ്പോൾ ആ സ്ഥാനം രാജിവെച്ച് ആ സീറ്റ് BJP ദാനം തളികയിൽ വെച്ച് നൽകുകയും ചെയ്ത ആളാണ് കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. കോൺഗ്രസിന്റെ സംഘടനാ ചുമതല ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങളിലെയും കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ഓരോ സംസ്ഥാനത്തും ഉണ്ടായ പ്രശ്നങ്ങൾ ഇടപെട്ട് അതത് സമയം പരിഹരിക്കുകയും ചെയ്യേണ്ട ചുമതലയാണ്. ഇദ്ദേഹം കേരളത്തിലാണ് ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട്, അതിനു മുമ്പ് തന്നെ കേരളത്തിലായിരുന്നു, കഴിഞ്ഞ കുറേ മാസങ്ങളിലായിട്ട് കേരളത്തിലാണ്. ഇത് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ട് സംസ്ഥാനത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി 37 രാജ്യസഭാ സീറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതൊന്നും നിയന്ത്രിക്കാനോ നോക്കിയെടുത്താനോ ശ്രമിക്കാതെ അദ്ദേഹം കേരളത്തിൽ ഈ കോൺഗ്രസിന്റെ ചക്രവർത്തി പോരാട്ടത്തിൽ ഒരു കക്ഷി ചേർന്നു അദ്ദേഹത്തിന്റെ സമയം മുഴുവൻ അതിനുവേണ്ടി വിനിയോഗിക്കുകയാണ്. ഇത് വളരെ ദയനീയമായ ഒരു അവസ്ഥയാണ്. ഇത് പറയുമ്പോൾ വേറെ കാര്യം കൂടെ നമ്മൾ പറയണം. കാര്യം ഇന്നിപ്പോൾ നിലവിൽ BJP-യുടെ 3 മുഖ്യമന്ത്രിമാര് പഴയ കോൺഗ്രസ്സുകാരാണ്. അസമിലെ ഹിമാന്ത ബിശ്വ ശർമ, ത്രിപുരയിലെ മണിക് സാഹ, അരുണാചൽ പ്രദേശിലെ പേമ ഖണ്ഡു, ഇവർ 3 പേരും കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും മുൻ മുഖ്യമന്ത്രിമാരായിരുന്നു. ഹിമാന്ത ബിശ്വ ശർമ കോൺഗ്രസിന്റെ മുൻ മന്ത്രിയുമായിരുന്നു. ഈ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് പോകുന്നതിൽ ഇവർക്ക് ഒരു ലജ്ജയുമില്ല. എന്നിട്ട് ഇവർ BJP നേരിടുന്നത് വെറുതെ കേരളത്തിൽ ഇങ്ങനെ വാചകസർത്ത് പറയും. എനിക്ക് തോന്നുന്നത് ഇന്ന് BJP-യുടെ മിക്ക ദേശീയ നേതാക്കന്മാരും കോൺഗ്രസ് വന്ന അശോക് ചവാൻ ഉൾപ്പെടെയുള്ള ജ്യോതിരാദിത്യ സിന്ധ്യ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഒക്കെ എല്ലാവരും കോൺഗ്രസ് വന്നാണ്. ശരിക്കും ഈ കോൺഗ്രസ് ഇപ്പോൾ BJP-യുടെ ഒരു B ടീമാണെന്ന് പറഞ്ഞുകൂടെ ഇങ്ങനെയാണെങ്കിൽ?
അല്ല, തീർച്ചയായിട്ടും പറയാം. അവരുടെ നയങ്ങൾ ഇന്ന് മാത്രമല്ല, ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. കഴിഞ്ഞ ദിവസം നമ്മുടെ സുപ്രീം കോടതിയിലെ പ്രഗത്ഭ അഭിഭാഷകനും മലയാളിയും മുൻ അറ്റോർണി ജനറലും ഒക്കെ കെ വേണുഗോപാൽ എഴുതിയ പുസ്തകത്തിൽ പറയുന്നുണ്ട്, 92 ബാബറി മസ്ജിദ് തകർക്കുന്നതിന് തൊട്ട് മുമ്പ് കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം ഈ കർസേവ അതിനുവേണ്ട മുഴുവൻ തയ്യാറെടുപ്പ് നടത്തിയിരുന്നതായി അന്നത്തെ കേന്ദ്ര സർക്കാരിന് ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ട് നിലനിൽക്കെയാണ് റാവു സർക്കാർ ഒരു നടപടിയും സ്വീകരിച്ചില്ല. സുപ്രീം കോടതിയിൽ സംരക്ഷിക്കുമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഓരോ കല്ല് ഇളകി താഴെ വീഴുന്നവരെ പൂർണ്ണമായ നിഷ്കൃതം പാലിച്ചു. അപ്പോൾ ഇന്ത്യയെ മതനിരപേക്ഷതയെ തകർക്കുന്നതിൻ്റെ ഏറ്റവും സുപ്രധാനം പറയത്തില്ല, ആ സുപ്രധാനം വെച്ചാൽ നല്ലതാണല്ലോ. ഇന്ത്യൻ മതനിരപേക്ഷതയെ തകർക്കുന്നതിൽ ഏറ്റവും നിർണായകമായ ഒരു സംഭവവികാസമായിരുന്നു ബാബറി മസ്ജിദിന്റെ തകർച്ച. അതിനുശേഷം കോൺഗ്രസ് സ്വീകരിച്ച എല്ലാ നടപടികളിലും ഇന്ത്യയിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നതായിരുന്നു. ഇവർ കേരളത്തിൽ വന്നിട്ട് കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ ചില വാദങ്ങൾ പറയുകയും, കേരളത്തിൽ തന്നെ അവരുടെ പല നിലപാടുകളും, പല വിഷയങ്ങളിൽ അവരുടെ പല നിലപാടുകളും നമ്മൾ നിലപാടുകൾ എടുത്തു പറയേണ്ട കാര്യമില്ല. അവരുടെ മിക്കവാറും എല്ലാ നിലപാടുകളും സംഘപരിവാറിന് ഗവർണറും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു പോരാട്ടമില്ല. ഗവർണർ ഭരണഘടനാതീതമായി ഇടപെടുന്നതിനെതിരെയുള്ള സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളുടെ വിഷയത്തിൽ പോലും ഗവർണറെ അതുവഴി BJP സഹായിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ചത്. മാത്രമല്ല, VD സതീശൻ നയിച്ച ജാഥയിൽ എവിടെയും BJPയെ കുറിച്ചൊന്നും പറയില്ല, കേന്ദ്ര ഗവൺമെന്റിനെ കുറിച്ചൊന്നും പറയില്ല. മാത്രമല്ല, കേരളത്തിൽ പത്മജ വേണുഗോപാൽ, KS രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കന്മാർ ഇപ്പൊ BJPയിലാണ്. നിരവധി നേതാക്കന്മാർ ഇപ്പം രക്ഷ കാണുന്നത് BJPയിലാണ്. എനിക്ക് തോന്നുന്നത് മറ്റേ AK ആന്റണിയുടെ മകൻ ആന്റണി അടക്കമുള്ള ആളുകൾ, എനിക്ക് തോന്നുന്നത് ഇപ്പം ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ സമയത്ത് പോലും കോട്ടയത്തും ആലപ്പുഴയിലെ കൊല്ലത്തും പിന്നെ ഇന്നലെ കുട്ടനാട് അടക്കമുള്ള ഒരുപാട് കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും പോകുന്നത് BJPയിലേക്കാണ്, വേറെ പാർട്ടിയിലേക്കല്ല പോകുന്നത്. അപ്പൊ ശരിക്കും BJP കോൺഗ്രസ് എന്ന് കോൺഗ്രസിന് തൊട്ടുകൂടാത്തൊരു പാർട്ടിയല്ല കേരളത്തിൽ പോലും BJP എന്ന് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാർ തന്നെ ചൂണ്ടിക്കാട്ടി കൊടുത്തിട്ടുണ്ട്, അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട്. അതെ, അതാണ് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ പണ്ടൊക്കെ കൂറുമാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനൊരു പ്രവണത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേവലം 1-2 പേരുടെ അധികാര മോഹമായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇത് എന്ന് വെച്ചാൽ ഇവർ പറയുന്നത് കോൺഗ്രസ് എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ അതിനൊരു മൂല്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു. പക്ഷെ BJP എന്ന് പറഞ്ഞാൽ തികച്ചും ഒരു ഹിന്ദുത്വ പ്രത്യയശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ വിദ്വേഷ പ്രചാരണത്തിൽ കേന്ദ്രീകരിച്ച് മാത്രം പ്രവർത്തിക്കുന്ന പാർട്ടിയാണ്. ഇതിലേക്ക് പോകാൻ കോൺഗ്രസ്സുകാർക്ക് ഒരു മടിയും ഇല്ല എന്നുള്ളതാണ്. അത് ഒരു ഒഴുക്കാണ്, ഇത് തിരിച്ചില്ല. പണ്ട് ഈ പറഞ്ഞ പോലെ അയറാൻ കയറാൻ കാലത്ത് പോയി തിരിച്ചു വരും, ഇപ്പൊ പോയ ഒരു പോക്കാണ്, പിന്നെ തിരിച്ചു വരവൊന്നുമില്ല. പക്ഷെ അത് പല സംസ്ഥാനങ്ങളിലും BJP അധികാരത്തിൽ എത്തിച്ച ഈ ഒരു സംഭവം തന്നെയാണ്. മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളും ഇന്ന് മാത്രമല്ല തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ് സ്വീകരിക്കാൻ സമീപനമുണ്ട്. ഇപ്പൊ ബീഹാർ, മഹാരാഷ്ട്ര, ഹരിയാന, ഗോവ, ഡൽഹി, ഇങ്ങനെ പല സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ, ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ കോൺഗ്രസിന് കൊടുത്ത സീറ്റിലൊക്കെ പ്രശ്നം ഉണ്ടാക്കി അവർ BJPയെ ജയിപ്പിച്ചു. അവിടെ നാഷണൽ കോൺഫറൻസും CPIഎമ്മും എല്ലാം ചേർന്ന് ശക്തമായ പോരാട്ടം നടത്തിയതിന്റെ ഫലമായിട്ടാണ് BJPയുടെ തന്ത്രം പൊളിച്ചത്. പക്ഷേ ഡൽഹിയിലും മഹാരാഷ്ട്രയിലും എല്ലാം കോൺഗ്രസ്സുകാരുടെ ബീഹാറിലും എല്ലാം കോൺഗ്രസ്സുകാർക്ക്, UPയിൽ പോലും കോൺഗ്രസ്സുകാരുടെ ഇപ്പം UPയിൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് തിരിച്ചടി ഉണ്ടായി. പക്ഷെ അത് കഴിഞ്ഞാണ് ഉപതെരഞ്ഞെടുപ്പിലെല്ലാം കോൺഗ്രസ്സുകാരുടെ ഒരു യാഥാർത്ഥ്യബോധമില്ലാത്ത സമീപനവും അധികാരക്കൊതിയും കാരണം അവർ വീണ്ടും BJPക്ക് സഹായമായ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ്.